തിരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായിട്ട് കേരള സർക്കാർ ഒരുക്കുന്ന പദ്ധതികൾ, ഈ പദ്ധതികൾ എന്ന് പറയപ്പെടുന്ന ഒരു ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് വരുന്നത്. ഏകദേശം 34,000 കോടി രൂപയുടെ പദ്ധതികളാണ് വരുന്നത്, വികസനമാണ് വരുന്നത്. ഈ ജില്ലയുടെ ചിലപ്പോൾ മുഖം തന്നെ മാറിയേക്കാവുന്ന തരത്തിലുള്ള ഒരു വികസനങ്ങൾ. ചിലപ്പോൾ ഇതിൻ്റെ നേട്ടം എന്ന് പറയപ്പെടുന്നത് തൊട്ടടുത്ത ജില്ലയ്ക്ക് വരെ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നേട്ടങ്ങളാണ്. ഇത് വിഴിഞ്ഞവുമായിട്ട്, തിരുവനന്തപുരത്താണ് ഇതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. ഇതോടുകൂടി ഏകദേശം 34,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത്. ഈ പദ്ധതികളെന്ന് പറയപ്പെടുന്ന റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം നിർദ്ദിഷ്ട അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ മാറ്റം വരുത്തേണ്ടതിനെ വരുത്തുകയും അല്ലാത്തതിനെ വരുത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള ഔട്ട്റിംഗ് റോഡ് നിർമ്മാണമാണ് ഉടൻ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ പോകുന്നത്. ഏകദേശം 34,000 കോടി രൂപയുടെ പദ്ധതികൾ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനം വേഗത്തിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് പലപ്പോഴും നമുക്കറിയാം, ഈ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ, ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടിയാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖ വികസനത്തിനുള്ള ഇടനാഴിയായി മാറുന്ന റിംഗ് റോഡ് നിർമ്മാണത്തിന് 34,000 കോടി രൂപ ചിലവഴിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിശയോക്തി തോന്നിയേക്കാം. കാരണം ഈ പറയുന്ന ചിലവുകൾ എന്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേരള സർക്കാർ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കും. കാരണം എല്ലാ പദ്ധതികളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാത്ത ഒരേ ഒരു സർക്കാർ ഏതെന്ന് വെച്ചാൽ LDF സർക്കാരാണ്. എപ്പോഴും CPM എപ്പോഴും ഈ വികസനങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സർക്കാരുകൾ വരുമ്പോൾ അവർ ഈ പദ്ധതികളെയെല്ലാം മറ്റു പേരുകളിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്രാവശ്യവും നടക്കാൻ പോകുന്നത്. പുതിയ പദ്ധതികൾ പലതുണ്ട്. പക്ഷേ ആ പദ്ധതികളുടെ പ്രഖ്യാപനമോ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോ ഒരിക്കലും തന്നെ ഈ പറയുന്ന പോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാത്ത സാഹചര്യം പലപ്പോഴും പിണറായി വിജയൻ്റെ നല്ല ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പല പദ്ധതികളും, കേന്ദ്ര പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ പ്രയാസം നേരിടുന്ന ഒരു വിഭാഗമായിട്ടാണ് കേരളത്തിനെ കാണുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കർണാടക ഒഴികെയുള്ള ബാക്കിയെല്ലാം ഈ PM ശ്രീ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയോട് എപ്പോഴും മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് കേരളം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പദ്ധതി പോലും നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ പിണറായി വിജയനും ഈ പറയുന്ന നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ രഹസ്യങ്ങളാണ് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു നിന്ന കേരള സർക്കാർ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കൂടെയുള്ള ഘടകകക്ഷിയായിട്ടുള്ള CPI അതിന് പാലം വലിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത് എന്താണ് കാര്യം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. അതിന് പക്ഷേ സമയം എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ അവർ പുതിയ പദ്ധതികളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് PM ശ്രീ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് ആ പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ ഇവിടെ കൃത്യമായിട്ട് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ അത് തന്നെ അറിയില്ല. എന്താണ് PM ശ്രീ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, കേരളം എതിർപ്പ് മാറ്റിയത് എന്തിനാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ PM ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പദ്ധതി അത് നടപ്പിലാക്കുവാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കം കേരള രാഷ്ട്രീയ കോലാഹലത്തിന് വഴിമരുന്നിരുന്ന ഒരു സാധനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിക്കെതിരെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM-നെതിരെയൊക്കെ വലിയ കോലാഹലങ്ങൾ CPI നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ സാങ്കേതികത്വം പറഞ്ഞൊക്കെ കേന്ദ്ര ഫണ്ട് പാഴാക്കുന്നത് ശരിയല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാട് പറയുന്നത്. CPI ഭരിക്കുന്ന കൃഷി വകുപ്പ് അടക്കം കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതും മന്ത്രി ഇതിനോടൊപ്പം ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഫണ്ടുകൾ ലാപ്സാക്കാതിരിക്കുക എന്നത് ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിപ്പോൾ നടപ്പിലാക്കുന്നത് എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. സത്യത്തിൽ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏകദേശം 14,500-ലധികം വരുന്ന സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. 2022 സെപ്റ്റംബർ മാസം 7-നാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചത് തന്നെ. അപ്പോൾ 2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷത്തേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പദ്ധതി അനുസരിച്ച് ഈ പദ്ധതിയുടെ
2020 പൂർണ്ണമായി നടപ്പാക്കുന്ന കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങളെ മാറ്റുക എന്നുള്ളത് 2020 അനുസരിച്ചിട്ടുള്ള NEP അനുസരിച്ച് 2020 പ്രകാരം പൂർണ്ണമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ള വിദ്യാലയങ്ങളായി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിലെ വൈജ്ഞാനിക വികസനം മെച്ചപ്പെടുത്തുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക, ആധുനിക സൗകര്യങ്ങൾ തുടങ്ങിയവ ഒരുക്കുക, ഹരിത വിദ്യാലയ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുക, അവയെ പ്രോത്സാഹിപ്പിക്കുക, നൂതന പഠന രീതികൾ ഉറപ്പാക്കുക, ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുക, ഇങ്ങനെ തുടങ്ങിയ പല ലക്ഷ്യങ്ങളും ഇതുമായിട്ടുണ്ട്. മാത്രമല്ല ചില ലക്ഷ്യങ്ങളെന്ന് പറയപ്പെടുന്നത് വിദ്യാർത്ഥികളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുക, പ്രാദേശിക ഇന്റേൺഷിപ്പ് അവസരമൊരുക്കുക, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം അവർക്ക് ഉറപ്പാക്കുക, കുട്ടികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുക, മികച്ച കളിസ്ഥലങ്ങൾ ഒരുക്കി അവർക്ക് കളിക്കുവാനുള്ള ഇടങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളുടെ ആധികാരികത അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ഏകദേശം 27,360 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചിലവിൽ 18,000 കോടിയോളം രൂപ കേന്ദ്രമാണ് അനുവദിക്കുന്നത്. 9,000 കോടിയോളം രൂപ എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടതാണ്. അതായത് ഇതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ എതിർപ്പ് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഇതുവരെ ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിന്നത്. ഈ പദ്ധതിയുടെ ചെലവിൻ്റെ ഏകദേശം 40% വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങിനെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ഈ വിമർശനങ്ങൾ പലപ്പോഴും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ പദ്ധതിയിൽ നിന്നും മാറിപ്പോകാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമാകാതെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് ലഭിക്കില്ലെന്ന ഒരാശങ്ക ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 1000-ലേറെ കോടി രൂപ ലഭിക്കാനുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെ കുടിശ്ശിക അടക്കം നേടിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇങ്ങനെ പോയാൽ വിദ്യാഭ്യാസ പദ്ധതികളുടെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് പരുങ്ങലിലാകുമെന്നുള്ളത് കൊണ്ട് ഉള്ള തിരിച്ചറിവിലാണ് ഇത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതും പദ്ധതിയുമായിട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇനിയുള്ള കാര്യം ഈ പദ്ധതിയിൽ മാത്രമല്ല ഇവർ ഒപ്പിടാൻ പോകുന്നത്. ഇവരിനി എല്ലാ പദ്ധതികളും ഒപ്പിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിക്ക് ഉള്ള കാരണങ്ങൾ പലത് പറയുമ്പോഴും അതിന് പിന്നാലെ കേരയിൽ പദ്ധതി വരുന്നുണ്ട്. ആ കേരയിൽ പദ്ധതിയിലും കേന്ദ്രത്തിന് വഴങ്ങാൻ തന്നെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. കേരയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേരയിൽ പോലും മാറ്റം കൊണ്ടുവരുവാൻ കേന്ദ്രം തയ്യാറാകുമ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നു. അതായത് പുതിയ പദ്ധതിയുടെ സമീപനം എന്ന് പറയപ്പെടുന്നത് അത് പുതുതായിട്ട് പദ്ധതിക്കായിട്ട് പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പണം ഒരു തടസ്സം ആകാതിരിക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കേന്ദ്ര അംഗീകാരം ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയായിട്ട് ഒരു പ്രോജക്റ്റായിട്ട് കേരളയിൽ മാറ്റേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് മാറ്റിയെടുത്ത് എന്താണോ കേന്ദ്രം പറയുന്നത് അതുപോലെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പ് 2025 മാർച്ച് മാസത്തിൽ ശ്രീധരൻ റെയിൽവേക്ക് സമർപ്പിച്ച പദ്ധതിയെ അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കേരള സർക്കാർ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിച്ച കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നർത്ഥം. അതായത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കാമായിരുന്നു, എന്നാൽ കേന്ദ്രം അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിൽ പദ്ധതിയിൽ മാറ്റം വരണമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് മാറ്റം വരുത്തി പുതിയ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അരനൂറ്റാണ്ട് കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് കേരളയിലൂടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തത് എന്ന് പറയപ്പെടുമ്പോഴും എന്നാൽ അതിന് കേന്ദ്ര അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇനി കഴിയില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് കേരള സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ മാറ്റം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സൂചനകളാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരും അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇവർ മുൻപ് നടത്തിയതുപോലുള്ള കേരയിൽ പദ്ധതികളുമായിട്ട് മഞ്ഞക്കമ്പികൾ ഇട്ടുള്ള പോക്ക് നടപ്പിലാകില്ല. പകരം കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും കേരയിൽ പദ്ധതിയെ കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ ഇവിടെ PM ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ടതും ഈ കേരയിൽ പദ്ധതിയെ ഒപ്പിടാൻ പോകുന്നതുമൊക്കെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പിണറായി വിജയന് കേന്ദ്രത്തിനോടോ മോദിയോടോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതുകൊണ്ട് മോദിയോട് തൻ്റെ പരാജയം സമ്മതിക്കുകയാണ് പിണറായി വിജയൻ. ഇല്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാടും ബംഗാളും കാണിക്കുന്ന പോലെ ഒരു അഹങ്കാരത്തോടു കൂടി നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പണം മാത്രമല്ല ലക്ഷ്യമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ BJPയോടൊപ്പം അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ
കേന്ദ്ര സർക്കാർ BJP പറയുന്നത് എന്തോ അത് കേട്ട് CPM മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. രണ്ടുപേർക്കും വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലുമില്ല. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് ആകെ CPI മാത്രമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ CPIയെ ചിലപ്പോൾ പുറത്തിരുത്തുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൂടി ഈ CPM ചിന്തകൾ ഉണ്ടായേക്കാം എന്ന് കൂടി പറയുന്നു. കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ CPIയുടെ പല സീറ്റുകളും CPM സ്വീകരിക്കുകയും CPM മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും CPMന്റെ അപ്രമാദിത്വം ഉണ്ടാവുകയും CPIയുടെ പല കേന്ദ്രങ്ങളിലും CPI പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു തൂക്കുമന്ത്രിസഭ, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. UDFന് അധികാരം ലഭിക്കാതെ വരികയാണെങ്കിൽ അതിനകത്തുള്ള മുസ്ലിം ലീഗ് CPMനോടൊപ്പം ചേർന്നൊരു മന്ത്രിസഭയ്ക്കുള്ള വട്ടം കൂട്ടും. അങ്ങനെ ഒരു പുതിയ തൂക്കുമന്ത്രിസഭ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് അതിലൂടെ കാണുന്നത്. ആ സമയത്തിന് CPIയെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിനകത്ത് CPMനുണ്ട് താനും. എന്തായാലും അതൊരു മറ്റൊരു രാഷ്ട്രീയമാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം CPMും BJPയും തമ്മിൽ നടക്കുന്നത് ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധമല്ല. പകരം ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി വിജയന് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. അതിനുള്ള മാർഗം എന്തും കേന്ദ്രം പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ മകനെയും മകളെയും ഈ അച്ഛനെയും ഒക്കെ ജയിലഴികൾക്കുള്ളിലേക്ക് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയാണെങ്കിലും ഈ കേരയിൽ പദ്ധതിയാണെങ്കിലും ഒക്കെ പുതിയ പദ്ധതികളായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് കേന്ദ്രം പറയുന്ന രീതിയിൽ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇവർ താളം മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പദ്ധതികൾ മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്, പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഇവർ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.